ഹായ് എവരിവൺ, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു അൺബോക്സിങ് വീഡിയോ കൂടിയാണ് കേട്ടോ. ഇന്ന് 2 കൊറിയർ വന്നിട്ടുണ്ട്. ഒന്ന് എൻ്റെതും ഒന്ന് എൻ്റെ മോൻ്റെതുമാണ്. ഇത് മകൻ്റെയാണ്. അത് നമുക്ക് ഓപ്പൺ ചെയ്ത് കാണാം കേട്ടോ എന്താണെന്നുള്ളത്. ഇതൊരു പസിൽ ഗെയിമാണ്. അപ്പോൾ അവൻ തന്നെ അത് വന്നിട്ട് കംപ്ലീറ്റ് തുറന്ന് നോക്കട്ടെ എന്ന് കരുതി ഞാനത് അവിടെ എടുത്ത് വെക്കുകയാണ്. ഇനി നെക്സ്റ്റ് എൻ്റെ കൊറിയർ എന്താണെന്ന് നോക്കാം. ഇതെൻ്റെ ബ്രദർ ഓർഡർ ചെയ്തതാണ്. എനിക്കറിയില്ല എന്താ ഇതിൻ്റെ അകത്തുള്ളതെന്നുള്ളത്. ഞാൻ സ്റ്റിക്കറൊന്നും വായിച്ച് നോക്കുന്നില്ല. എന്തായാലും നീ തുറന്ന് നോക്കുകയെന്ന് പറഞ്ഞപ്പോൾ അവർ എക്സൈറ്റ്മെൻറ്റിൽ വേഗം കവറൊക്കെ പൊളിച്ച് നോക്കുകയാണ്. അപ്പോൾ എൻ്റെ ഫേവറേറ്റ് സാധനം തന്നെയാണ്. എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ആർട്ട് മെറ്റീരിയൽസ് ക്യാൻവാസ് ബോർഡായിരുന്നു അത്. ഒരു 5-6 എണ്ണം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഭയങ്കര ഹാപ്പിയായി. ഇനി പുറത്ത് പോയി വാങ്ങേണ്ടിയില്ലല്ലോ. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് എന്താ പറയുക, ആർട്ട് ചാനലിൽ നമുക്ക് കുറച്ച് വീഡിയോസൊക്കെ കാണാം. അങ്ങനെ അമ്മ സ്കൂൾ വിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അവന് വരുമ്പം തന്നെ ഇതെന്താ എന്നെ ഇങ്ങനെ നോക്കി നിൽക്കുന്നതെന്നുള്ള രീതിക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു കവർ കൊടുത്തപ്പോൾ എന്താ ഇത് എന്നുള്ള രീതി എന്നെ നോക്കുന്നുണ്ട്. അപ്പോൾ അവൻ തന്നെ ഓപ്പൺ ചെയ്ത് നോക്കുകയാണ്. അവനിത് എത്രമാത്രം ഇഷ്ടപ്പെടും എന്നറിയില്ല. ഇത് കുറച്ചുകൂടി എന്താ പറയുക, ചെറിയ കുട്ടികൾക്കുള്ളതാണെന്ന് തോന്നുന്നു. എന്നാലും അവന് പസിൽസൊക്കെ ഭയങ്കര ഇഷ്ടമായത് കൊണ്ട് തന്നെ അവൻ കളിച്ചോളും. അപ്പോൾ അതൊക്കെ ഓപ്പൺ ചെയ്ത് നോക്കുകയാണ് അവന് പൊതുവേ കൊറിയറൊക്കെ കൊണ്ടുവന്നാൽ അതിൻ്റെ അകത്ത് എന്താണെന്ന് അറിയാനുള്ളൊരു ക്യൂരിയോസിറ്റി പൊതുവേ ഉള്ളതാണ്. അപ്പോൾ അവനിക്ക് കൂടി വന്നതായത് കൊണ്ട് അവന് ഭയങ്കര ഹാപ്പി ആയിട്ട് അത് ഓപ്പൺ ചെയ്ത് നോക്കുന്നുണ്ട്. അങ്ങനെ വളരെ ക്യൂരിയോസിറ്റിയോടുകൂടി അമ്മാര ബോക്സ് ഓപ്പൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലൊരു പസിലിൻ്റെ നോട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു ബോർഡുണ്ട്, ഡിസ്പ്ലേ ബോർഡ് പോലുള്ളൊരു ബോർഡുണ്ട്. അതേപോലെ ഒരു സ്റ്റാൻഡും കുറച്ച് പസിൽ കാർഡ്സും ഉണ്ട്. അതൊക്കെ അവൻ ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ ഒന്ന് പുറത്ത് പോയിട്ടുണ്ട്. ഇന്നത്തെ ഔട്ടിംഗ് എന്ന് പറയുന്നത് ഡൗൺ ടൗൺ മാളിലാണ് കേട്ടോ. അവൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സ്ഥലമാണ് മാളിൽ ഇവിടെ വന്ന് കളിക്കുക എന്നുള്ളതാണ് അവൻ്റെ ഏറ്റവും സന്തോഷമുള്ള കാര്യം. ദിവസം പറയും മാളിൽ പോവാന്ന് പറയും. പിന്നെ അതത്ര ഞാൻ അത്ര പ്രോത്സാഹിപ്പിക്കാറില്ല. അപ്പം അങ്ങനെ നമ്മളിവിടെ എത്തിയിരിക്കുകയാണ്. അവൻ വന്ന പാടന്നെ ആദ്യം അവൻ്റെ ഫേവറേറ്റ് സ്പോട്ടിൽ തന്നെ നിന്നിട്ടുണ്ട്. ഇപ്പം നമ്മളത് റീചാർജ് ഇത് കാർഡൊക്കെ റീചാർജ് ചെയ്തു, ഗെയിമൊക്കെ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ എന്താ പറയുക, ഞാനൊന്നും പറഞ്ഞു കൊടുക്കേണ്ടതില്ല, അവൻ തന്നെ ചെയ്തോളും. അപ്പോൾ അങ്ങനെയൊക്കെ ഗെയിമൊക്കെ കളിക്കുകയാണ്. കുറച്ച് ദിവസങ്ങളായി വീഡിയോസൊന്നും പോസ്റ്റ് ചെയ്യാതിരിക്കുന്നത്. കുറച്ച് വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യാനുണ്ട്. പക്ഷേ എന്തോന്നറിയില്ല, ഇത്തിരി മടിയാണ്. അതുകൊണ്ട് വീഡിയോസൊന്നും ചെയ്തിട്ടില്ല. ഇതിപ്പോൾ ഇന്നലെ പോയൊരു ഇന്നലത്തെ ഒരു വ്ളോഗാണിത്. അതിപ്പോൾ ഇന്ന് പോസ്റ്റ് ചെയ്യണമെന്ന് തോന്നി. അതാണ് വേഗം തന്നെ ഇന്ന് ഇതന്നെ എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യാമെന്ന് കരുതി. ഇങ്ങനെ അതിൻ്റെ ഇടയിൽ എന്താ പറയുക, ഇങ്ങനെ വീഡിയോസ് ഇങ്ങനെ ഇടയിൽ പുറത്തു പോകുമ്പോഴാണ് ആലോചിക്കുക വ്ളോഗ് ചെയ്താലോ വീഡിയോ എടുത്താലോ. അങ്ങനെ ചിലപ്പം ഭയങ്കര മടിയായിരിക്കും ഷൂട്ട് ചെയ്യാൻ. പക്ഷേങ്കിൽ ചില സമയങ്ങളിൽ ചെയ്യണം തോന്നും. അപ്പം അങ്ങനെ ചെയ്തു. അമ്മാർ ഇങ്ങനെയൊക്കെ ഗെയിം കളിക്കുന്ന കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. കാരണം ഞാനിതുവരെ അവനിങ്ങനെ ഗെയിമൊന്നും കളിക്കുന്ന കണ്ടിട്ടില്ല. ഇവിടെയൊക്കെ വരുമ്പോൾ ഇങ്ങനെ കളിക്കുന്നതെന്നല്ലാണ്ട് അങ്ങനെ വീഡിയോ ഗെയിംസൊന്നും അവനെ അലോ ചെയ്യാറില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ വന്നിട്ട് അവനിങ്ങനെ ഭയങ്കര എക്സ്പേർട്ടിനെ പോലെ ഇവിടെ ഇരുന്നിട്ട് ചെയ്യുന്ന കാണുമ്പോൾ എനിക്കും ഭയങ്കര കൗതുകവും സന്തോഷമൊക്കെ ആണ് കേട്ടോ. അപ്പം അങ്ങനെ അവൻ്റെ ഗെയിമൊക്കെ ഫിനിഷ് ചെയ്തിട്ട് നമ്മളെന്ത് ചെയ്യാണ്, അവനെന്തെങ്കിലും ഫുഡൊക്കെ വാങ്ങിക്കൊടുത്തിട്ട് എന്താ പറയുക, എന്നിട്ട് വീട്ടിലേക്ക് പോകുക എന്നുള്ളൊരു ഐഡിയയിലാണ് ഇരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തു. ഫലൂദയും പിന്നെ അവനൊരു റാപ്പ് വേണം എന്ന് പറഞ്ഞായിരുന്നു, അതും പിന്നെ ഐസ്ക്രീം സ്കൂപ്പുമാണ് അവൻ കഴിച്ചത്. ഒരു സെൽഫി എടുത്ത് ഞങ്ങൾ അവിടെ നിന്ന് മടങ്ങി. അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് മടങ്ങുകയാണ് കേട്ടോ. രാത്രി കാഴ്ചകൾ കണ്ടോ. ഇനി പുതിയ വീഡിയോ ആയിട്ട് വരാവേ.